ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വിഷയം വടക്കൻ ഡയറി എന്ന് പറയുന്നൊരു ചാനലിൽ ഒരു വീഡിയോ വന്നിരുന്നു. അത്യാവശ്യം ആൾക്കാരൊക്കെ 10-20,000 പേരൊക്കെ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് വേറൊന്നുമല്ല, നമ്മുടെ ട്രെയിനിൽ നടക്കുന്ന കുറേ സംഭവങ്ങളാണ്. ട്രെയിനിൽ ആദ്യം മുതലേ ഒരു പെൺകുട്ടിയും ഒരു സ്ഥലത്തു നിന്ന് കയറുന്നു. വേറൊരു പെൺകുട്ടി, അദ്ദേഹം ഇതേ കണക്ക് കാസർഗോഡ് വഴി മംഗലാപുരത്തോ മറ്റോ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ അതിനകത്ത് ഈ പെൺകുട്ടി ഈ പയ്യൻ വളച്ചിട്ട് എന്തുവാ നിന്ന് വളച്ച് ഈ പയ്യന്മാർ ഒരു സീറ്റിൽ കൊണ്ടിരുത്തുന്നു. ഇതേ കണക്കുള്ള അശുകുശു പണികളൊക്കെ ഈ പയ്യന്മാർ ഇപ്പോൾ നമ്മൾ പീഡനം എന്നൊക്കെ പറഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞ് ഒരു പീഡനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരും. ഇതൊക്കെ ഇപ്പം തന്നെ കണക്കിലെടുത്ത് ഈ പെൺകുട്ടിക്കെതിരെയും ഈ പുരുഷനെതിരെയും ആക്ഷൻ എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതൊക്കെ ഒരു സദാചാര ചിന്തയായിട്ട് വ്യാഖ്യാനിക്കാം. ഒരുപക്ഷെ ഈ ചേട്ടൻ ചെയ്തത് അത്ര വലിയ നല്ല സൽക്കർമ്മം വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്കിൻ്റെ വീഡിയോ എടുക്കാൻ പാടില്ല ഇതേ കണക്കുള്ള സ്ഥലങ്ങളിൽ വെച്ച്. എന്നിരുന്നാൽ പോലും ഇതുപോലുള്ള കാര്യങ്ങളും കൂടി കേരള സമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. ഇതുപോലല്ല, ഈ പെൺകുട്ടി എവിടെയോ പഠിക്കാൻ പോവുകയാണ്. അതിൻ്റെ എന്തോ സാഹചര്യമോ പ്രലോഭനമോ എന്തോ കാരണം ഇത് വീണു കൊടുത്തു. ഇത് എടുത്തിട്ടുണ്ട്. ഈ പയ്യന്മാർ ഈ പയ്യൻ്റെ കൈക്രിയയ്ക്കും മറ്റുമൊക്കെ നിന്നു കൊടുക്കുന്നുണ്ട്. അതും ആസ്വദിക്കുന്നുണ്ട്, ഇല്ലാന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ അവനെ മാത്രമായിട്ട് നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല. ഇവർക്ക് രണ്ടുപേർക്കെതിരെയും നടപടി എടുക്കാം. ഇതിൻ്റെ ഒറിജിനൽ പതിപ്പ് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണം. ഈ വടക്കൻ ഡയറി എന്ന് പറയുന്ന ഈ ചാനൽ ഏൽപ്പിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പേഴ്സണലി തോന്നുന്ന കാര്യം ഇവർ ഏൽപ്പിക്കുവാണെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ, ഇതുപോലുള്ള പ്രവൃത്തികളെ ഇവിടെ നിർത്താൻ വേണ്ടി കഴിയും. ഒരു രീതിയിൽ നോക്കിയാൽ കഴിഞ്ഞാൽ ഇതൊരു സദാചാര ചിന്ത തന്നെയാണ്. പക്ഷേ മനുഷ്യന് സദാചാരവും ആവശ്യമാണ്. മനസ്സിലായില്ലേ? ഇന്ന് ഇവളെ ഒരുത്തൻ കയറി പിടിക്കുന്നു, നാളെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വേറൊരുത്തൻ കയറി പിടിക്കും. ചിലപ്പോൾ അവരുടെ അനുവാദമില്ലായിരിക്കും. ഇത് ഒരു പ്രകോപനം കൂടിയാണ്. മനസ്സിലായില്ലേ? കാര്യം അതിനുള്ള ലൈസൻസ് ഒരു പൊതുമധ്യത്തിൽ വെച്ച് ഈ സെക്സ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ പ്രണയം എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ വളരെ സ്വകാര്യത ഉള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ പബ്ലിക്കായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ പബ്ലിക്കായിട്ട് ചെയ്യാനുള്ള പ്ലേസുകളുണ്ട് കേട്ടോ. അങ്ങനെ ഉള്ളിടത്ത് ചെയ്യുന്നതിൽ തെറ്റുകളൊന്നും ഞാനും പറയുന്നില്ല. പക്ഷേ ഇത് ഒരു തെറ്റായ ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഒപ്പം കാണുന്നുണ്ടായിരിക്കും നിങ്ങൾ. അപ്പം ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പം ഇത് സദാചാരമാണെന്നെങ്കിൽ അങ്ങനെ തന്നെ രേഖപ്പെടുത്താം. പക്ഷേ എനിക്കെന്തോ ഇതൊന്നും അത്ര ശരിയായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല. സദാചാര ചിന്തയെന്ന് വിളിച്ചാലും വേണ്ടില്ല. കാര്യം ഇതേ പെൺകുട്ടികൾ നാളെ പീഡിപ്പിക്കപ്പെടും, അതിക്രൂരമായി പീഡിക്കപ്പെടും. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ വീഡിയോ മറ്റുമൊക്കെ എടുത്തു വെച്ച് ഷൂട്ട് ചെയ്ത് ഇത് ഉപയോഗിക്കാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ചേട്ടൻ എടുത്ത കണക്ക് തന്നെ ഇയാളിത് പബ്ലിക്കിൽ ഇട്ടു. അതുകൊണ്ട് അയാൾക്ക് അതുകൊണ്ട് മറ്റ് ഇത് വെച്ച് ഉപയോഗിക്കാനൊന്നും പറ്റത്തില്ല. ഇത് അല്ലാതെ എടുത്തു വെക്കുന്നവർ ഈ പെൺകുട്ടിയുടെ ഭാവി അത് ബാധിക്കുമോ ഇല്ലയോ? പിന്നെ അത് പീഡനവും ആവുമല്ലോ. ഇത് കാണിക്കുന്ന മറ്റേ നാറിയുണ്ടല്ലോ, ആ നാറിയെ പറ്റി ഒന്നും പറയാനില്ല. കാര്യം ഇത് പ്രണയമൊന്നുമല്ല, കഴപ്പെന്ന് പറയും, കുത്തിക്കഴപ്പ്. തീർച്ചയായും ഇതിന് കഴപ്പെന്നേ പറയാൻ പറ്റൂ, അല്ലാതെ പ്രണയമൊന്നും വിളിക്കാൻ പറ്റത്തില്ല. ഒരിക്കലും ഒരു പ്രണയം നടു റോഡിൽ വെച്ചുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ചുണ്ടാവില്ല. ഇത് ട്രെയിനിൽ നടക്കുന്ന കാര്യമാണ്, പരസ്യമായിട്ട് കുറേ ആൾക്കാർ വീക്ഷിക്കുന്ന കാര്യമാണ്. ഇതിൽ പലരും വീഡിയോ എടുത്തിട്ടുണ്ടായിരിക്കാം. നാളെ ആ പെൺകുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്തിരിക്കാം. അത് വെച്ച് എന്താ പറയുന്നത്, അവർ സെക്ഷൽ അബ്യൂസ് നടത്തിയിരിക്കാം. ഇപ്പോൾ ആ പെൺകുട്ടി അവളുടെ സമ്മതത്തോടെയാണെന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത്. നമുക്ക് ബാക്കി കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അത് മാന്യമായ രീതിയിൽ മാത്രം രേഖപ്പെടുത്തുക. ഈ പെൺകുട്ടി നമ്മൾ അബ്യൂസ് ചെയ്ത് സംസാരിക്കേണ്ട ഒരാവശ്യമില്ല. So thank you all, thank you for watching. Bye all.